അങ്ങനെ ഇത്തവണയും പോർച്ചുഗൽ റോണോയും പിള്ളേരും അങ്ങ് പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് യൂറോ കപ്പിൽ. അതായത് തുർക്കി വേഴ്സസ് പോർച്ചുഗൽ മത്സരം ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് തുർക്കി മത്സരത്തിന് ഇറങ്ങുന്നത്. കാരണം കഴിഞ്ഞ ജോർജിയയുമായിട്ടുള്ള മത്സരത്തിൽ തന്നെ തുർക്കിയുടെ ആ ഒരു പോരാട്ട വീര്യം യൂറോ കപ്പിൻ്റെ എല്ലാ ആരാധകരും, അതായത് യൂറോ കപ്പിൻ്റെ കാഴ്ചക്കാർ മൊത്തം കണ്ടതാണ്. അത്രക്കും മികച്ച രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് തുർക്കി കാഴ്ചവെച്ചിട്ടുള്ളത്. മറുഭാഗത്ത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അത്ര ടോപ്പിലൊന്നും അല്ല പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം അവർ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു താഴ്ചയും ആരാധകർക്കുണ്ട്, തുർക്കിയുടെ ഈ ഒരു ഇതുണ്ട്. അപ്പോൾ ഒരു കിടിലൻ മത്സരം കാണാമെന്ന് വിചാരിച്ചാണ് ആരാധകർ ഈ ഒരു മത്സരത്തിനായിട്ട് മുമ്പോട്ട് വരുന്നത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ അടങ്ങുന്ന ഒരു കിടിലൻ സ്ക്വാഡുണ്ട്. മറുഭാഗത്ത് അത്ര എടുത്തു പറയാൻ പറ്റാത്തൊരു സ്ക്വാഡാണ്. പക്ഷേ ഏതൊരു ടീമിനെയും ചെറുതാക്കി പറയുന്നത് ഈ യൂറോ കപ്പിൽ ശരിയല്ല എന്ന് എല്ലാ ഫുട്ബോൾ ആരാധകർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണങ്ങളാണ് പല ടീമുകളെയും വമ്പൻ ടീമുകളെ അട്ടിമറിച്ചിട്ട് യൂറോ കപ്പിൽ മുന്നേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ മത്സരത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3-0 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു അസിസ്റ്റോട് കൂടിയിട്ട് പോർച്ചുഗൽ വിജയിച്ച് കയറി. പക്ഷേ ഇന്ന് ഒരു കോമ്പിനേഷൻ ഇല്ലാത്തൊരു കളിയാണ് പോർച്ചുഗലിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഞാനുള്ള ജെന്യൂൻ ആയിട്ടുള്ള കാര്യം പറയാമല്ലോ, എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അതാണ്. മറുഭാഗത്ത് തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിസ് പാസുകളാണ്. സെക്കൻഡ് ഹാഫിന് ശേഷം തുർക്കി ഒന്ന് ഉണർന്ന് കളിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഗോളുകളൊന്നും കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ആ രണ്ടാമതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സെൽഫ് ഗോളായിരിക്കും. ആ ഒരു സെൽഫ് ഗോൾ, ഒരു ഓൺ ഗോൾ വന്നതിന് ശേഷം മെൻ്റലി ഡൗൺ ആയിട്ടുള്ള ഒരു തുർക്കിയാണ് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ അവരുടെ മുന്നേറ്റ നിരയിലൊക്കെ ഒരുപാട് മിസ് പാസുകൾ നെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ പ്ലേയേഴ്സിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അവർക്ക് എന്താണ് പറ്റിയെന്ന് അറിയില്ല. കഴിഞ്ഞ കളിയിലെ മാതിരിയല്ല. ഗുള്ളറിനെ ഈ ഒരു മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൻ്റെ അവസാന നിമിഷത്തിലേക്കാണ് അവരുടെ കോച്ച് കളിക്കളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ എന്താ കാരണം എന്നറിയില്ല, അതിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു കാരണം അറിയില്ല. മറുഭാഗത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പാസ് കൊടുക്കണില്ല എന്ന് പറയേണ്ടത് അതൊരു എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, റൊണോയെ സംബന്ധിച്ചിടത്തോളം റൊണോക്ക് പന്ത് എത്തിച്ച് കൊടുക്കുന്നേ ഇല്ല. ഇപ്പോൾ ജാവോ കാൻസലോ ആ ഒരു സെൽഫ് ഗോൾ വന്ന ആ ഒരു വഴി നിങ്ങൾ നോക്കണം. ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയറിന് അത്രക്കും ഒരു പാസ് കൊടുക്കാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടെൻഷനായിട്ട് അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ച് നോക്കി. ഇപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ആ രണ്ടാമതായിട്ട് റോണോ ഒരു ഹെഡ് കുത്തിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ പോസ്റ്റിലേക്ക് പോയിട്ടില്ല. ആ ഒരു സംഭവം മാത്രമാണ് ആ ഒരു പെർഫെക്റ്റ് പാസിംഗ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു ഗോളിന് കൊടുത്തിട്ടുള്ള അസിസ്റ്റ്, അതിൽ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ എടുത്ത് പറയുന്നത് വേണം. മറുഭാഗത്തേക്ക് വരുമ്പോൾ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം കൗണ്ടർ അറ്റാക്കുകളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ് അവർക്ക് കിട്ടുന്നത്. അതിൻ്റെ പ്രധാന കാരണം പോർച്ചുഗലിൻ്റെ ഡിഫൻസ് തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു ടീം വെച്ചിട്ട് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിലേക്ക് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ, ഈ ഒരു കോമ്പിനേഷൻ ഇല്ലാത്ത കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് തന്നെ ആയിരിക്കും.